നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് യെരുശലേം ദേവാലയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വസ്തുതകളാണ്. ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായ ദാവീദിൻ്റെ കാലത്താണ് യെരുശലേം ദേവാലയം നിർമ്മിക്കണമെന്നുള്ളൊരാഗ്രഹം ദാവീദ് രാജാവിന് ഉണ്ടായത്. പക്ഷേ ഈ യെരുശലേം ദേവാലയം എന്ന മഹാദൗത്യം പൂർത്തീകരിച്ചത് ദാവീദിൻ്റെ മകനായ ശലോമോൻ രാജാവിൻ്റെ കാലത്താണ്. ദാവീദ് രാജാവിന് തൻ്റെ ഭരണകാലത്ത് നടപ്പിലാക്കാൻ കഴിയാതെ പോയ ഒരു വലിയ ആഗ്രഹമായിരുന്നു യെരുശലേം ദേവാലയത്തിൻ്റെ നിർമ്മാണം. ദൈവത്തിന് യെരുശലേമിൽ ഒരു ആലയം പണിയണമെന്നതായിരുന്നു. അത് നിയമപെട്ടകം സൂക്ഷിക്കുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ കൂടാരമെന്നറിയപ്പെട്ടിരുന്ന ഒരു വലിയ കൂടാരത്തിലായിരുന്നു. ഇസ്രായേല്യർ കനാനിലേക്കുള്ള യാത്രയിൽ ഈ കൂടാരത്തിലാണ് ദൈവത്തെ ആരാധിച്ചത്. കൂടാരം ഈ സമയത്ത് ശമൂവേൽ പ്രവാചകൻ ദൈവസ്വരം കേട്ട ശീലോവിൽ ആയിരുന്നു. ദാവീദ് നിയമപെട്ടകം കൂടാരത്തിൽ നിന്നെടുത്ത് യെരുശലേമിലേക്ക് കൊണ്ടുപോയിരുന്നു. ദൈവത്തെ ആരാധിക്കുവാൻ യോഗ്യമായ ഒരു സ്ഥലമല്ല കൂടാരമെന്ന് ദാവീദ് രാജാവ് മനസ്സിലാക്കി. അതുകൊണ്ട് ദാവീദ് ഒരു ദൈവാലയം പണിയുന്നതിന് വേണ്ടി യെരുശലേമിൽ നല്ല ഒരു സ്ഥലം വിലയ്ക്ക് വാങ്ങി. ആലയം പണിക്കുള്ള സാധനങ്ങൾ ശേഖരിക്കുവാനും തുടങ്ങി. ആലയ നിർമ്മാണം തൻ്റെ മകനായ ശലോമോന് വിട്ടുകൊടുക്കുവാൻ ദാവീദ് രാജാവിനോട് ദൈവം അപ്പോൾ പറഞ്ഞു. സോർ രാജാവായ ഹീരാമുമായി ശലോമോൻ രാജാവ് ഒരു ഉടമ്പടി ചെയ്തു. ആലയം പണിക്ക് ആവശ്യമായ ദേവദാരുവും സരളമരങ്ങളും ആശാരിമാരെയും സോർ രാജാവായ ഹീരാം നൽകണം. അതിനു പകരമായി ശലോമോൻ രാജാവ് ഹീരാം രാജാവിന് ടൺ കണക്കിന് ഗോതമ്പും ധാരാളം ഒലിവെണ്ണയും എല്ലാ വർഷവും നൽകി വരണം. ഇതായിരുന്നു ആ ഉടമ്പടി. ആലയം പണിക്ക് വേണ്ടി മരം മുറിച്ചു കൊണ്ടുവരുവാനും വലിയ കല്ലുകൾ കൊണ്ടുവരുവാനും ശലോമോൻ രാജാവ് ആയിരക്കണക്കിന് ആളുകളെയും നിയോഗിച്ചു. തൻ്റെ ഭരണത്തിൻ്റെ 4-ാമത്തെ വർഷം ശലോമോൻ രാജാവ് ആലയം പണി തുടങ്ങി. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ ശ്രദ്ധയോടെ വെട്ടി കുറവ് തീർത്ത വലിയ കല്ലുകളായിരുന്നു യെരുശലേം ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. തറ മുതൽ മച്ചുവരെ ആ അകമതിൽ പൊതിഞ്ഞിരുന്നത് ദേവദാരുമരം കൊണ്ടായിരുന്നു. ആലയത്തിൻ്റെ പിൻഭാഗത്ത് ഒരു അന്തർമന്ദിരം പണിതു. നിയമപെട്ടകം അവിടെയാണ് വെക്കേണ്ടിയിരുന്നത്. അകത്തെ മുറിയുടെ വലിയ കതകുകൾക്ക് കുറുകെ സ്വർണ്ണ ചങ്ങല പിടിപ്പിച്ചിരുന്നു. കതകുകൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നു. അതിപരിശുദ്ധമായ സ്ഥലത്തെ യാഗപീഠത്തിനുള്ളത്